നമസ്കാരം. എൻ.ഡി.എയുടെ നേതൃത്വത്തിലെ പുതിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി വരികയാണ്. നിരവധി പദ്ധതികളാണ് അടുത്ത 5 വർഷത്തേക്ക് നടപ്പിലാക്കുവാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വലിയ വികസന ലക്ഷ്യങ്ങളോടുകൂടിയാണ് അവർ അധികാരത്തിൽ കയറുന്നത്. അതിൽ ഏറ്റവും ആദ്യം തന്നെ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം തിരുവനന്തപുരത്ത് നമുക്കറിയാം 2 വർഷങ്ങൾക്ക് മുന്നേ വി ജോയി മരിച്ച ആമയിഴഞ്ചാൻ തോട്. ആമയിഴഞ്ചാൻ തോടിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു നീരൊഴുക്കല്ല ഇപ്പോഴുള്ളത്. നമ്മൾ പനവിള ഭാഗത്തേക്ക്, ബേക്കറി ജംഗ്ഷൻ പനവിള ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് തിരുവനന്തപുരം നഗരത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് വരുന്ന ഈ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ ഒരു പ്രമുഖ പാർട്ടിയുടെ, നമ്മുടെ നാടൊക്കെ ഭരിക്കുന്ന പ്രമുഖ പാർട്ടിയുടെ പത്രമടക്കം മറ്റൊരു പ്രമുഖ മാധ്യമമടക്കം അവിടെ വലിയ കയ്യേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ കയ്യേറ്റങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ആമയിഴഞ്ചാൻ തോടിന് വലിയ ബ്ലോക്കുകൾ ഉണ്ടായത്. ഈ ബ്ലോക്കുകളാണ് പലപ്പോഴും വെള്ളക്കെട്ടുകളായിട്ട് തിരുവനന്തപുരത്തെ തമ്പാനൂറിൻ്റെ ഭാഗത്ത് ചെറിയ ഒരു മഴ പെയ്താൽ പോലും, ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും വെള്ളപ്പൊക്കം കയറുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഇടയാക്കുന്നത്. ആ ഒരു രീതിയിലുള്ള കാര്യത്തിനൊക്കെയും വലിയ മാറ്റം, തിരുവനന്തപുരത്തിൻ്റെ ഡിസൈനിൽ തന്നെ ഒരു വലിയ മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്കടക്കം, അതായത് ജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ട, നഗരത്തിന് മാതൃക കാണിക്കേണ്ട മാധ്യമ സ്ഥാപനങ്ങൾ അടക്കം ചെയ്യുന്നത് വലിയ കയ്യേറ്റ ശ്രമങ്ങളാണ് തിരുവനന്തപുരത്തെ നഗരത്തിൽ ചെയ്യുന്നത്. ഇതടക്കം ഒരുപാട് കാര്യങ്ങൾക്ക് ഒഴിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തിരുവനന്തപുരത്തിൻ്റെ വികസനം പൂർണ്ണമാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം, തിരുവനന്തപുരം നേരിടുന്ന വലിയ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും. ഇൻഡോർ മാതൃകയിൽ ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരും. നഗരം ഇനി വലിയ രീതിയിൽ ശുചീകരിക്കപ്പെടും. തീർച്ചയായിട്ടും നഗരത്തിൻ്റെ ഒരു വൃത്തി, തിരുവനന്തപുരം പോലുള്ള ഒരു പോർട്ട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം പോലുള്ള ഒരു തുറമുഖ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിരവധി കച്ചവട സംഘങ്ങൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവരുടെ ചരക്ക് നീക്കം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. വിഴിഞ്ഞം തുറമുഖം വളരെ വലിയ രീതിയിൽ പൂർത്തിയാകുന്നതോടുകൂടി തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ആ സമയം തിരുവനന്തപുരത്തിൻ്റെ ശുചീകരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. അതോടൊപ്പം തന്നെ തെരുവ് നായ ശല്യത്തിന് വലിയ ശാശ്വതമായ ഒരു പരിഹാരമായിരിക്കും അടുത്ത 5 വർഷത്തിനിടയിൽ തന്നെ കാണാൻ പോകുന്നത് എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് നമുക്ക് തരുന്നത്. കാരണം മുൻ ഭരണസമിതി ABC പ്ലാൻ പ്രഖ്യാപിക്കുകയും ആ ABC പ്ലാൻ നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തിയത്. അതായത് ഇത്തരം വന്ധീകരണ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയ ഇപ്പോഴത്തെ ഭരണസമിതി, ഇപ്പോൾ പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതോടുകൂടി ഇത് പഴയ ഭരണസമിതിയായി മാറും. അതായത് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവർ കൈകാര്യം ചെയ്ത ഇത്തരം വിഷയങ്ങളിലെ പാളിച്ചകൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറ്റി അതിനെ ഒരു ശുദ്ധീകരണത്തിൽ എത്തിച്ച് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ, തിരുവനന്തപുരത്തിൻ്റെ ഡിസൈനിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരാനാണ് പോകുന്നത്. കാരണം വന്ധീകരണം നടത്തിയിട്ട് അത് പൂർണ്ണമായിട്ടും ഫലവത്താകാതെ, വന്ധീകരണം നടത്തിയ നായ്ക്കൾ തന്നെ പ്രസവിച്ച് കിടക്കുന്ന പല രംഗങ്ങളും തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിലെ ജനങ്ങൾ കാണുകയുണ്ടായി. ഇതിനൊക്കെയും വലിയ മാറ്റമുണ്ടാകും. കുടിവെള്ള പ്രശ്നത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങളുമായിട്ട്, വലിയ വമ്പൻ പദ്ധതികളുമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് NDA അധികാരമേൽക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള എല്ലാ അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മിതികളും ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ ജലത്തിൻ്റെ മുന്നോട്ട് പോക്കലിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റപ്പെടും. അല്ലെങ്കിൽ അത്തരം അനധികൃതമായിട്ട് അവരെന്തെങ്കിലും ആമയിഴഞ്ചാൻ തോട് പോലുള്ള മേഖലയിലേക്ക് കെട്ടിയുയർത്തിയിട്ടുണ്ടെങ്കിൽ, അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തകർത്തെറിയപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഡിസൈനിങ്ങിൽ, തിരുവനന്തപുരത്തിൻ്റെ മറ്റ് തെരുവ് നായ പ്രശ്നത്തിൽ, അതോടൊപ്പം തന്നെ തെരുവ് വിളക്കിൻ്റെ പ്രശ്നത്തിൽ എല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം തന്നെ വരും. സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന പല തരത്തിലുള്ള നിയമനങ്ങളും ഒരു സുതാര്യമായിട്ടുള്ള ഒരു നിയമന സംവിധാനം കൊണ്ടുവരും. അത്തരം നിയമന സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക്, പാർട്ടി പ്രവർത്തകർക്കല്ല,
ജനങ്ങളുടെ പൊതുജനത്തിന് പൊതുജനത്തിൽ തൊഴിൽ രഹിതർക്ക് അത്തരം കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യാനും ആ തൊഴിൽ പ്രവേശിക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള ഒരു മാർഗവും പദ്ധതികളും ആയിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു സമൂലമായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ മുഴുവൻ ഒരു വലിയ വികസന മാറ്റത്തിനായിരിക്കും NDA തുടക്കം കുറിക്കുക എന്നുള്ള പദ്ധതികളാണ് അവർ രൂപീകരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ പദ്ധതികളെല്ലാം തന്നെ അടുത്ത 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അത് ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മേയറിനെ സ്വീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.